ഒരു ഗ്ലാസ്സിന് 1.5. അപ്പൊ 2 ഗ്ലാസ്സിന് 3. അതാണ് കണക്ക്. ഒരു ഗ്ലാസ്സിന് 1.5. അപ്പൊ 2 ഗ്ലാസ്സിന് എത്ര കാരം? 3. അപ്പൊ അങ്ങനെയാണ് എടുക്കേണ്ടത്. അരി എത്ര എടുക്കണമാവോ? അരി ഉമ്മമാക്കറിയില്ല അപ്പൊ. നിങ്ങൾ പുതിയ പാചകക്കാരല്ലേ, പുതിയ തീരെ. അതല്ല ഇമ്മ ഇത് മാത്രം നോക്കിയാൽ മതി. നമുക്ക് രാത്രിക്കൊക്കെ ഉപ്പൊക്കെ എത്ര അരി വേണ്ടി വരും? ഇത് നിറച്ച് പുഴുവാ. ഇതെന്താണ് സാധനം? എവിടെ പുജ്ജോ? ഇതിലെന്തോ വേറെ വലിയ അരിയുണ്ട്. ഈച്ച കഞ്ചി പൂജ നയിച്ച് പറഞ്ഞത് ഇപ്പൊ നിലത്ത് കിട്ടൂ. ഇതേ മന്തിന്റെ അരി ഉണ്ടല്ലോ, മന്തിന്റെ ഉണ്ട്. അരിയൊക്കെ പാടെ കളയപ്പോ നല്ല ബുള്ളറ്റ് ആണല്ലോ. അപ്പൊ അതെ, വെള്ളത്തിൽ മുക്കിയാ പുയ്യൊക്കെ പൊങ്ങി വന്നോളൂ. നമ്മുടെ ഉള്ളി ഏകദേശം വാടിട്ടോ. നമുക്ക് അടുത്ത പരിപാടി തക്കാളി ഇട്ട് കൊടുക്കലാണ്. ഏകദേശം വാടി. മുട്ടിയേ 4 നായി വേണോ? ഏറെ വേണോ? 4 ഉണ്ടാവില്ല. ഒരു അത് 2 നായി 3 നായി അതിലായിട്ടുള്ളൂ. 5 നായി അരി എടുക്കല്ലേ? നിങ്ങൾക്ക് രാവിലെ നിന്നൂടെ? എടി രാവിലെ പത്തിരി ഉണ്ട്. പത്തിരി പരത്തി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജില്. പിന്നെ നമുക്കിപ്പോ ഉച്ചക്കുള്ളതും രാത്രിക്കൊക്കെ ഉമ്മ ബാക്കി ഉണ്ടെങ്കി എന്നാ പറഞ്ഞതേ. നാളെ രാവിലെ നൂഡിൽസ് ഉണ്ട്. പിന്നെ 4 നായി അരി എടുക്കുന്നത്. എന്നാ മതിയാവും. പിന്നെ ഒരു ദിവസം ഓയിലും കൂടി വെച്ച് എന്തത് ഒന്നും ഇല്ലാത്ത മാതിരി. ഏതായാലും മസാലയൊന്നും എടുക്കണില്ല. ഇതെന്താ പിസ്കി ഉണ്ടാക്കണ വെപ്പ ഉള്ളത് കൊണ്ട് ഓണം പോലെന്ന് പറഞ്ഞേ അല്ലേ? ഇത് നെയ്ച്ചോറ് അരിയോ ബിരിയാണി അരിയോ? എന്താ അരി? അതെ, ബുള്ളറ്റ് റൈസ്, പുഴു റൈസ് അല്ലേ? അതല്ലേ ഇപ്പൊ അതിലൊക്കെ ഇടക്കിടക്ക് മന്തിന്റെ അരി. മന്തിന്റെ അരി ഉണ്ടോ? അതേ കാരം ബുള്ളറ്റില്ലേ? അരി കഴിക്കാനായോ? അല്ല, അരി കഴിക്കോണ്ട് എങ്ങനെയാണ്? ഉള്ളിയൊക്കെ വയറ്റിയോ? അല്ലല്ല, അരിക്കുള്ള അരി വെക്കണമെങ്കിൽ ആദ്യം ഉള്ളി വയറ്റട്ടെ. വേണ്ട, ഞാൻ തന്നെ വെച്ചു. അളവ് ആകട്ടെ. ഇനി നമുക്ക് ആദ്യം മസാല ഇടട്ടോ. അല്ല, കിട്ടുന്നില്ല. അരി അളവ് ആകട്ടെ. എന്താ കുട്ടിയെ പറഞ്ഞു? എന്താ പറഞ്ഞു? അല്ല, നിങ്ങൾ ഉണ്ടാക്കുമ്പോ ചിലപ്പോ ആക്കുന്നേ. ഓക്കെ, 1.5 പാട്ട അരി ഉണ്ടാവും. എരിവ് വേണം. ലേശം ഫുഡ് ആയി കഴിഞ്ഞാൽ എരിവ് വേണം, അറിയോ? അല്ലാതെ എന്ത് ഫുഡാ? ലേശം മഞ്ഞൾ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. ആ കപ്പ്. അപ്പൊ നമ്മൾ എത്ര പാട്ട്? ആ പാട്ടിൽ തന്നെ വെള്ളം വേണം. 1.5 പാട്ട അരി ഉണ്ടാക്കണം. നമ്മൾ എത്ര ഇതാക്കേണ്ടി വരും? അപ്പൊ 3 പാട്ട വെള്ളം ഒഴിക്കണം. 1.5 പാട്ടക്ക് 3 പാട്ട. ഈ പാട്ടല്ലേ ഗൈസ്? ഈ പാട്ട 3 പാട്ട നമ്മൾ വെള്ളം ഒഴിക്കണം എന്നാ പറയുന്നത്. ഈ അടി പിടിക്കണ ഈ മസാലയാണ് ഗൈസ് ഇതിന്റെ ടേസ്റ്റ്. ഈ ഒരു മസാല ഉണ്ട് അടി പിടിച്ച്, അതാണ് ഇതിന്റെ ടേസ്റ്റ്. ഈ നല്ലൊരു സ്പൂൺ എന്നാണ്. ഈ സ്പൂണായിട്ടാണ് ഞാൻ നക്കാനും പറ്റണില്ല. അല്ലേ വേണ്ട വേണ്ട വേണ്ട, ഇത് മതി. മസാല ഇറക്കാൻ പറ്റിയ അത് പൊട്ടിച്ച് കഴിച്ചു. പൊട്ടിച്ചേടെ ഇത് വേണ്ട, എനിക്ക് ഇതന്നെ ഇങ്ങനത്തെ കയ്യിൽ 200 രൂപ കൊടുക്കാം. അങ്ങനത്തെ കയ്യിലിട്ടാണ് കണ്ട് ഇരുമ്പ് കരിമ്പാക്കാന്ന് കേട്ടിക്കണ. ഇപ്പൊ മറ്റേ ഇതാക്കി എന്ത് ഞാനത് പൊന്നു പോലെ കൊണ്ടുവരുന്ന. പൊന്നു പോലെ കൊണ്ട് പറഞ്ഞാണ്. അടുപ്പത്തെ ആവശ്യത്തിന് നല്ലതാണ്. അതെ, അത് കൊളാക്കി. ഗൈസ് നമ്മളെ പരിപാടി ഇതാക്കാണ്. ഇനി അടുത്ത ചിക്കൻ നമ്മൾ ഇതിക്ക് ഇടാൻ പോവാണ്. എന്ത് തുടച്ചിട്ടാണ്. അങ്ങനെയെങ്കിലും ഒരു പണി എടുക്കട്ടെ ഗൈസ്.
അതെങ്കിലും ഒരു പണിയാവട്ടെ. ഞാൻ അവിടെ ഇരിക്കട്ടെ കാര്യം ഉപകാരമായി. മമ്മാക്ക് ഉപകാരമായി. എന്റെ കുട്ടികൾ അടുക്കള പണി എടുക്കുമ്പോ കുട്ടികൾ എവിടെ പോന്ന് ഇളക്കാൻ പറ്റിയ ഇതുവാണല്ലോ. ഇതിട്ട് ഇളക്കിയാലോ? കുഞ്ഞ ഇത് പറ്റുമോ? ഇത് പറ്റുമോ? ഇത് പറ്റുമോ? അത് പറ്റൂല. അത് പൂള ഇളക്കണല്ലേ. പൂള ഇളക്കണ കയ്യിൽ നല്ലത് ബിരിയാണി പറ്റിയ കയ്യിലിപ്പോ പണി കഴിച്ചു. പറ്റിയ കയ്യില് ഞാൻ കരുതി. ഉപകാരം തന്നെയാണ്. അത് തന്നെയാണ് ഉപകാരം. 2 പെരിഞ്ചീരകം ഇട്ടണം. ഉമ്മയെ ഇത് ഇമ്മമ്മ ഇതിന്റെ ടേസ്റ്റ് മമ്മക്ക് അറിയില്ല. മമ്മ പറയും എന്നോട്. മമ്മ പറയും എവിടുന്നാ മോണ്ടാ എനിക്ക് കൈ വെട്ടി വെച്ചു എന്നോട്. നമ്മളെ മസാല ഒക്കെ ഓക്കെ ഉണ്ടോ? ഞാൻ നേരത്തെ ഒന്ന് ചാടിയപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല രസമുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ഇങ്ങനെയൊക്കെ പാചകം ചെയ്യണേന് കണക്കാക്കിയ പാത്രങ്ങൾ കടി ചെല്ലുമ്പോ അങ്ങക്ക് തന്നെ പറ്റിയ നോക്കി എടുക്കണം കേട്ടോ. ഇതിനൊക്കെ പറ്റിയത് അത് തമാശയല്ല കേട്ടോ. ഞാൻ നമുക്ക് നോക്കാം. പ്രൊഫഷണലി കുക്കാക്കാൻ നോക്കാം. എന്നാ പിന്നെ എവിടെ നിൽക്കേണ്ടി കുക്കായിട്ട് അല്ല. ഇങ്ങനെയൊക്കെ എപ്പോഴേലും നമ്മൾ ചെയ്യുകയാണെങ്കിലേ അതാ അറിഞ്ഞാല നിങ്ങളോട് കുക്കറാകാനൊന്നും പറഞ്ഞിട്ടില്ല. കുക്കറല്ല കുക്ക്. എന്തായാലും അങ്ങനെയൊക്കെ വെക്കോളൂ. അതിന് ഒരു 5 ആൾക്കാർ കേട്ടോളൂ. ഗൈസ് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നമ്മൾ ഇതിൽ വെള്ളം പറഞ്ഞ് വെച്ചിക്കണേ. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇതാ കണ്ടില്ലേ വെള്ളം പറഞ്ഞ് ഇത് നമ്മൾ ഓവർ ചൂടാക്കരുത്. ആവിയിൽ കടന്ന് വേവണം. എന്നിട്ട് ഈ വെള്ളം ഫുള്ള് വറ്റണം. എന്നിട്ട് നമ്മൾ ലേശം തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കണം. അങ്ങനെയാണ് ചെയ്യല്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ച്ചോറ് ഉണ്ടാക്കലാണ്. അതിനിമ്മ എന്നാ അടുപ്പ് ചൂടായി കളി കത്തിച്ചോളൂ. ഇത് കഴിഞ്ഞായിട്ട് വാങ്ങിയ നെയ്യാണ്ടോ. നെയ്യായിട്ട് വാങ്ങി കൊണ്ടുവന്നാണ്. ഈ സാധനം ഇവിടെ ഇല്ലല്ലോ. ഈ നെയ്യ് RKG നെയ്യ് ഇവിടെ ഇല്ലല്ലോ. ഉണ്ടോ? ആരോട് വാങ്ങിന്? എത്രക്ക് വേണ്ടി വരുമോ? മതിയാവൂലേ? മതിയോ? ഞാൻ പറഞ്ഞുതരാം. ഇമ്മ ഞാൻ ഇവിടുന്ന് മാറാൻ നിക്കാണ്. അയക്ക് ബാക്കിയുള്ള സാധനങ്ങൾ വാരി വലിച്ചിടാൻ. ഞാനൊന്നും ഇടൂല. ഇച്ചു ആണെങ്കിൽ ഞാൻ തിന്ന് നോക്കിട്ട് പറ്റിയില്ലെങ്കിൽ കൂട്ടിയില്ലെങ്കിൽ പറ്റായൊന്നുണ്ടാവില്ല. തിളച്ചിട്ടില്ലല്ലോ. എണ്ണ തിളക്കായി എന്താ പാത്ര അലുമിനിയം പാത്രമല്ലേ എളുപ്പം തിളക്കും. അരി കഴിക്കാനൊക്കെ പറഞ്ഞു കേട്ടോ. എന്നാ അമ്മ പോയി അരി കഴിക്കളിഞ്ഞു. കോഴിക്കൾ നമ്മളെയും കൊണ്ടുപോകും. ഒരു തിന്നിട്ടില്ലേലും മണ്ടൂരിലും വരുന്നുണ്ടല്ലേ. എടാ ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലേ നമ്മളെ കയ്യിന്ന് കൊത്തി പരുന്ന് കട്ടിയായിരിക്കും. അത് പരുന്ന് കയ്യിന്ന് വാങ്ങിക്കൊണ്ട് പോകുമല്ലോ. അതേമാതിരി കൊണ്ടാണ് പോകുമല്ലോ. ഇറച്ചി മീനൊക്കെ കൊണ്ടുപോവേ കയ്യിന്ന് കൊണ്ട് ചുട്ടിട്ടാണ് പോകും. എന്താ പോലെ എപ്പോഴാ പോലെ ധൈര്യം കാണേണ്ടത് ഇറച്ചി മീനൊക്കെ കഴിക്കുമ്പോൾ. പോയിക്കോ. നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കല് അറിയാത്തോല് കണ്ടോളിട്ടോ. അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ പഠിക്കുക. പെട്ടെന്ന് ഉള്ളിയുടെ വാടണം. ഓവർ വാടരുത്. കാരണം ചിക്കൻ കറീന്റെ അത്രക്ക് ഇത് വാടരുത്. ഗൈസ് നമ്മളെ വെള്ളം തിളച്ചിക്കണി. ഇനി അടുത്തത് അരി ഇടാണ്. തീർച്ചയായിട്ടും കുറച്ചിട്ടാ മതി. നാരങ്ങ നാരങ്ങല്ലേ ഇല്ലേ? എന്താ ഗൈസ് ടേസ്റ്റ് മാറിയിട്ട് ഇന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നാരങ്ങല്ല അതാ പ്രശ്നം. അതാ ഇതൊക്കെ ഉണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരി. അപ്പൊ എന്നോട് ഉള്ളി വെച്ചപ്പോ ചോദിച്ചില്ല കുട്ടിയെ. അതൊന്നും ഇടൂല ഗൈസ്. ഇനി നമുക്കത് അങ്ങനെയല്ല ഉമ്മമാനെ ചോദിക്കാം. നിങ്ങൾ എന്താ പരിപാടി ഒന്ന് പറഞ്ഞോ. ഒരു മൈക്കും പറഞ്ഞാവല്ലോ. ആടുത്താ ഇതെന്താ പഴിച്ചിട്ട് എന്തൊക്കെ തിന്നാൻ അറിയില്ല കേട്ടോ. കുട്ടിയൊക്കെ എടുത്ത് തിന്നാനുണ്ട്. എനിക്കോണ്ട മധുരക്കട്ട എനിക്കോണ്ട തിന്നോട്. ചോറ് തളച്ചില്ലേ സിമ്മിലിട്. ഇങ്ങോട്ടൊക്കെ ഞാൻ പറയണേക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് ഇത് പകുതിയാക്കി ഇടാന്.
തുറക്ക് ശരി ഞാൻ തുറന്നുതരാം. നിങ്ങള് കരുതി എന്താ ഫോണിന്റെ സിമ്മാണ് വെടുക്ക് വെടുക്ക് കണ്ടോ പറ്റണ് ഞാൻ അടച്ചേക്ക് ഞാൻ അടച്ചേക്ക് തീ പകുതി തീ കുറച്ച് അതെന്നെ പറഞ്ഞത്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. മമ്മ വെയിറ്റ് ചെയ്യല്ലേ? ആ വെയിറ്റ് ചെയ്താലോ എന്താണാവോ? പൊന്ത് നോക്ക് ഇത് കനമതിയാകുമോ? അത് ദമ്മവിടെ വെച്ച് കുറച്ച് വെള്ളം അല്ലേ സിമ്മില് കിടക്കണേ കനമതിയാകുമോ? കറിയിൽ ഒന്നും ഇടരുത്. ഒന്നും ഇടുന്നില്ല. ഇത് പൊന്തോരാൻ ചോദിച്ചു. എനിക്ക് വേണം ബിരിയാണി എന്താ കാട്ടിയോ മറ്റേ നാരങ്ങ ഇല്ലാത്തോണ്ട് കൊളായി ഇങ്ങനെ പറയും കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും അല്ലെങ്കിലും ഇടൂല. ഇതിന്റെ അടുപ്പ് എന്തിയാവോ? ഇനിയിപ്പോ എന്താ നമുക്ക് ഇനി കുറച്ചു വെയിറ്റ് ചെയ്യാം. അല്ല വെയിറ്റ് ഒക്കെ ചെയ്തോളൂ. അതിന്റെ അടുപ്പ് എന്ത്? ഗൈസ് ഇതുവരെ നാരങ്ങ ഇല്ലാന്ന് പറഞ്ഞാണ്. ഇതിപ്പോ ഇവിടുന്ന് നാരങ്ങ കിട്ടിയാന്ന് പറഞ്ഞിട്ടോ ഫ്രിഡ്ജിന്ന്. ആ ഫ്രിഡ്ജിൽ നാരങ്ങ ഇട്ടിട്ട് നമ്മളോട് ഇല്ലാന്ന്. ഞാനിപ്പോ അതിലൊക്കെ തെരഞ്ഞെടുത്തല്ലോ. ഇത് മോനെ ഇളക്കി കാണിമാ കുരു വയ്ക്കാല്ലേ? വെള്ളം നോക്കുക ഗൈസ്. പെട്ടെന്ന് വെള്ളം പറ്റുന്നുണ്ട് കേട്ടോ. മതിയോല്ലേ വറ്റി ഇങ്ങനെ പറ്റി പിടിക്കാക്കാൻ വേണ്ടിട്ട് ആണോലോ ഒരു തേങ്ങ അറിയില്ലല്ലേ? ഇതിപ്പോ ബിരിയാണിയാണോ നെയ്ച്ചോറാണോ? ഇത് ഞാൻ കാണിച്ചിട്ട് എന്താ ഉണ്ടാവും. ഇനി നമ്മൾ ലാസ്റ്റ് എന്താ കാട്ടുന്ന അറിയോ? ആ ബിരിയാണിക്ക് അത് കിട്ടും. എന്ത് ചിക്കൻ. അപ്പൊ ഇത് ബിരിയാണിയായി. അത് ബിരിയാണി അല്ല. ആ നെയ്ച്ചോറ് നിങ്ങൾ തിന്നിട്ടില്ലല്ലോ. അതാണ് നെയ്ച്ചോറ്. അപ്പൊ അതില് വെള്ളമില്ല. വെള്ളം കഴിച്ചിട്ട് പോയി. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെറുതായിട്ടൊന്ന് അടി കഴിഞ്ഞേക്കണേ. അടി കഴിഞ്ഞേ വെള്ളം വെള്ളല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെ പരത്തി വെക്കുമ്പോ പരത്തി വെക്കും. കുറച്ചുകൂടി വെച്ചോട്ടോ വെള്ളം. വെള്ളം മതിയല്ലേ? പരത്തി വെക്കല്ല. കാര്യം പറഞ്ഞുതരാം. ഇവിടെ ഒരു പാത്രം ഉണ്ട്. അടി കുടിച്ചാക്കാനൊരു പാത്രം വെക്കുന്നുണ്ട്. ഇപ്പൊ എന്താ കടിക്കണേ? അവസാനം വെച്ച് കടിയില് അടി പിടിച്ചില്ല. അപ്പൊ ഉള്ളതാണോ? ആടോ വെള്ളം ഒഴിച്ചപ്പോ ഞാൻ കുറച്ച് ഒഴിച്ചു മതിന്നാ പറയുന്നത്. അങ്ങോട്ട് എടുത്തോ. അങ്ങോട്ട് അടി ഒന്ന് കുടിക്കില്ല. ആണ്ടി വരും വെള്ളം. ഇപ്പൊ അടിയിലൊന്നും ഇതാക്കിയിട്ടില്ല. തുള്ളി കൂടി വെള്ളം ഒഴിച്ചിട്ട് പോണ്ടാ. കേടന്നാ ഞാൻ അറിയില്ല. വെള്ളം മിന്നാ നോക്കാം എന്താകും. എന്താ നമുക്ക് നോക്കി നോക്കാം. എന്തായാലും വെയിറ്റ് ചെയ്ത് തന്നെ നോക്കി നോക്കാം. ഗൈസ് അങ്ങനെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ആക്കാൻ പോവാണ്. ഇന്റെ കറി ഇമ്മ കൂട്ടോ, ഇന്റെ നെയ്ച്ചോറ് ഇമ്മ കൂട്ടോ. അതാണ് നമ്മൾ അറിയാനുള്ളത്. ചോദിക്ക് എന്താണ് മമ്മാൻ്റെ? ആ നീ നമ്മുടെ മന്തി ആയപ്പോ ഒന്നല്ലെങ്കിൽ ഒന്നും ഉണ്ടാവൂലേ? പ്രശ്നം അത് അടുപ്പത്ത് നിന്ന് എടുത്തേടെ. ഞങ്ങൾ അപ്പുറത്തെ അടുപ്പത്ത് എന്തിനാ കൊണ്ടുപോയി വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്യാസ് കഴിയാനായോണ്ട് തന്നെ നമുക്ക് അതിന് കുറച്ച് വെള്ളം പറ്റാണ്ടേ. അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. മാറിക്കോട് അത് കഴിക്കണ്ട വെച്ച് തരാം. ഞാൻ ഒഴിച്ചോളാം. ഇങ്ങോട്ട് അടിക്കണേ ഞാൻ ഒഴിച്ചാ വരികയാണേ. എടുത്തോടുത്തോ. അയ്യോ മോനെ എങ്ങനെയുണ്ട് ഗൈസ്? സെറ്റ് അല്ലേ? സെറ്റ് ആയാ മതി. ഇനി ഇങ്ങനെ കാണുമ്പോഴൊന്നും കുഴപ്പമില്ല. പിടിച്ച് നിലത്തേക്ക് വെച്ചാണി. നിലത്ത് നോക്കുമ്പോ കറക്റ്റ് തന്നെ ഇളക്കാം. കൊഞ്ഞാറല്ലോ ഗ്യാസ് മൊന്ന് ഇനി കൊഞ്ഞാറല്ലേ? എടുത്തേക്കാ പോണത്. കൈ കൊള്ളണോയിക്കോ. ഇങ്ങനെയാണ് നിങ്ങൾ ബിരിയാണി വെക്കല്ലേ? ബിരിയാണി അല്ല നല്ലത്. ഇങ്ങനെയാണ് ഞങ്ങൾ വെക്കല്. നിങ്ങൾ തേങ്ങാച്ചോറോ നെയ്ച്ചോറോ? നിങ്ങളും ഞങ്ങളും ചെക്കന്മാരൊക്കെ പാടെ ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കണ രീതിയാണിത് ഗൈസ്. ഞാനിങ്ങനെ പ്രൊഫഷണൽ കുക്കായി. കുക്കല്ല കുക്കർ മമ്മായിക്ക് ടൈമായിട്ടില്ല. ഇതിന്റെ രുചി നോക്കട്ടെ. കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ മമ്മ? കാണാൻ അടിപൊളിയല്ലേ? തിന്നാൻ അടിപൊളി ആയാൽ മതിയായിരുന്നു. ബിസ്മിയൊക്കെ ചൊല്ലിക്കണേ. ഞാൻ എന്ത് പണി എടുക്കുകയാണെങ്കിൽ ബിസ്മി എല്ലിട്ട് എടുക്കുള്ളൂ. അതെ അതെ
ഇപ്പൊ ബിരിയാണി ആയി നെയ്ച്ചോറ് ആയി അല്ലേ? ബിരിയാണി അല്ല നെയ്ച്ചോറ്. മന്തിയായോ? മന്തി ആവണത് കുയിലും കൂടി ഇറക്കി വെച്ചാ മന്തിയായി അല്ലേ മാമ? അതിന് രണ്ട് ഒന്ന് പുകക്കും ചെജ്ജ, രണ്ട് മുളകും കാന്താരി അല്ല പച്ചമുളകും കുത്തുക, ആ നാരങ്ങ ഇട്ടാ മന്തി തന്നെ, മന്തി മസാല ഇട്ടാ മന്തിയായി. അപ്പൊ നമ്മള് പ്ലേറ്റ് നിർത്താൻ വേണ്ടി പോകുന്നു. ചോറത്തി ഗൈസ്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കട്ടെ എന്താ അവസ്ഥ നോക്കട്ടെ ഫുഡ്. അത് ഗൈസ് ഇതിന്റെ ടേസ്റ്റ് നമ്മൾ രുചി ചെയ്ത് നോക്കാൻ പോവാണ്. ഇമ്മ അവിടെ ഓൾറെഡി റെഡി ആയിക്കണേ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇത്രയും സാധനം മുടക്കിയല്ലേ. അപ്പൊ അങ്ങനെയായോ? തന്നെ. ആ ഇരിക്കി അല്ലേലും എന്താ കുറ്റം പറയാന്. വ്യവസ്ഥ പറയും. അടിപൊളി. എല്ലാത്തിലും അടിപൊളിയാണല്ലോ മാമ. ഞാൻ ഉദ്ദേശിച്ച വായിക്കാൻ കിട്ടിയിട്ടില്ല, എന്നാലും രസമുണ്ട്. അപ്പൊ ഞാൻ ഉണ്ടാക്കണ ശരിക്കും കിട്ടിക്കഴിഞ്ഞാൽ എന്താ കാര്യങ്ങള് നമ്മൾ ഇത്ര നേരത്തെ പരിശ്രമത്തിനൊടുവേ നമ്മൾ ഇതിന് ബലം കണ്ടിരിക്കുകയാണ് അല്ലേ മാമ? എന്തൊക്കെയാണ് എന്തൊക്കെയാ കളിയാക്കിനെ പറഞ്ഞോട്ടാണി? അത് കളിയാക്കില്ല, എനിക്ക് സഗ്ലാസ് മണി വേണ്ടീന്. അതെ നമ്മൾ ചള്ളാസ് എടുക്കാൻ ഉണ്ടാക്കാൻ മറന്നു. അത്രയും ഉള്ളിയൊക്കെ ഉണ്ടാക്കിട്ടേ ചള്ളാസാണ് മറന്നിക്കണേ. എപ്പ ഉണ്ടാക്കി തുടങ്ങി നമ്മള് 2:30 ഉണ്ടാക്കി തുടങ്ങി. അപ്പൊ 4 മണി 4:30 ആയി, 4:30 5 മണിയായി. നമുക്ക് കഴിക്കാല അമ്മ. ഓക്കെ അല്ലേ? ഓക്കെ 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 അല്ലേ? ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ എന്തായാലും കഴിച്ചു നോക്കട്ടെ. എനിക്ക് ഉമ്മമാനെയാണ് പേടി. ഉമ്മമ്മ കൊറേ കുറ്റങ്ങൾ പറഞ്ഞു. ഞാൻ ബെഞ്ചീരത്തിന്റെ കാര്യം പറഞ്ഞു. രസല്ലേ? രസമുണ്ട്, അത് കുഴപ്പമില്ല. ബുള്ളറ്റ് റൈസ് എങ്ങനെ ഉണ്ടാക്കട്ടെ? കുഴപ്പമില്ല, പക്ഷെ സാധാ ഇതിന്റെ ഒരു ഒറിജിനാലിറ്റി ഇല്ല, പക്ഷെ രസമുണ്ട്. ഇത് രണ്ടിന്റെ സെന്ററിലായ മൈക്കാണ് ബിരിയാണി ചോദിച്ചോണ്ട്. എന്താ പറയാ, റൈസ് എന്തോ പറ്റിയ. അപ്പൊ എന്താണാവോ വെള്ളം, നമുക്ക് വെള്ളം ശരിക്കും ഉണ്ടാക്കുന്നത് എന്തോ പറയാ തോന്നുന്നു. വെള്ളം പിന്നെ എത്ര ഒഴിച്ചത്? അതിന് രസമുണ്ട്, രസമുണ്ട്, കുഴപ്പമില്ല, രസമുണ്ട്. ആ പറഞ്ഞ വെള്ളം എല്ലാം ഇതിക്ക് വെച്ചിട്ടുണ്ട്. ഇതില് വെള്ളം കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. എക്സസൈസ് ആയിട്ട് ബുള്ളറ്റ് അല്ലേ, അപ്പൊ ബുള്ളറ്റ് പോലെ അതെ, ഇതിന്റെ പേരാണ് ബുള്ളറ്റ് റൈസിന്റെ പേരാണ്. പലതരം അരിയാണുണ്ട്. ബുള്ളറ്റ് റൈസ് ആണ് നല്ലത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ബുള്ളറ്റ് ആണ് ഉണ്ടാക്കിയത്. ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല മണയിക്കാരം, നമ്മളെ എല്ലായിടത്തും സ്മെല്ല് വരും. ഇവിടെ സ്മെല്ല് വരുന്നില്ല അല്ലേ? ഇതുപോലെ പ്രേതം അടിച്ചേണ്ടി വരും, സ്പ്രേ എന്തെങ്കിലും അടിച്ചേണ്ടി സ്മെല്ല് വരും. നമുക്ക് നമ്മ ആ വീഡിയോ കഴിഞ്ഞപ്പോ കേരള എല്ലാവർക്കും ഓടുമ്മ നമ്മളെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സും. എല്ലാരും എന്താ നെയ്ച്ചോറാണോ ബിരിയാണാണോ? നിമ്മക്കുള്ള മറുപടി എന്താ പേര് പറയാൻ അറിയില്ല, രസമുണ്ട് തിന്നാന്, നല്ല അടിപൊളി അടിപൊളി. പ്രേക്ഷകർക്ക് എന്താ പറയാ, എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം, വീഡിയോ എല്ലാവരും ചാനൽ എല്ലാരും ലൈക്ക് അടിക്കും കേട്ടോ, എല്ലാവരും ലൈക്ക് അടിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇട്ടണം. അതെല്ലാവർക്കും ബൈ ഗൈസ്. ടാറ്റാ, വൈ ചോറ് കഴിച്ചാണ്. അസ്സലാമു അലൈക്കും. നമുക്ക് അടുത്ത വീഡിയോ കാണാം.